ഹായ് കൂട്ടുകാരെ, ഇന്നൊരു വെള്ളരിക്ക പുളിങ്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ വെള്ളരിക്ക, രണ്ട് പച്ചമുളക്, അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ മതിയാകും. 2 കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. വെള്ളരിക്കയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, 2-3 കാന്താരിമുളക്, 2 കഷ്ണം ചെറിയ ഉള്ളി, അല്പം ജീരകം, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തു. ഇതിലേക്ക് തേങ്ങ നന്നായി അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തേങ്ങ തിളയ്ക്കുന്ന സമയം കൊണ്ട് കുറച്ച് തൈര് ഒന്ന് അടിച്ചെടുക്കാം. ഇത് വീട്ടിലുണ്ടാക്കിയ തൈരാണ്, നല്ല പുളിയുണ്ട്. ഇതൊന്ന് അടിച്ചെടുക്കാം. തേങ്ങ തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് ഒന്ന് താളിച്ചൊഴിക്കാം. തൈര് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ ഉലുവ, കടുക്, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഒരല്പം മുളക് പൊടി, ഒരു ക്ലൈസിങ്ങിന് വേണ്ടി കറിക്ക് അതും കൂടെ ചേർത്തിട്ട് താളിച്ചേക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒരു ടിപ്സ് കൂടി ഉണ്ട്. ഇതിലേക്ക് ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റിയാണ്. കറിക്ക് പുളിയും ഒരല്പം മധുരവും എല്ലാം കൂടി. ഇതൊരു തണുത്ത ശേഷം കറി കൂട്ടി നോക്കാം. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ. വെള്ളരിക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കൂ. 2-3 ദിവസം വരെ ഈ കറി കേടുകൂടാണ്ട് കൂട്ടാം. വെള്ളരിക്ക പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യൂ.